അതുപോലെ ജിന്ന അല്ലെങ്കിൽ ഷെയ്ഖ് അബ്ദുള്ള ഇവർ നെഹ്റുവിന്റെ റിലേറ്റീവ് ആണ്. ഹലോ ഹായ് SVT ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PC ജോർജ് സർ ചില നഗ്ന സത്യങ്ങൾ ആരും വിളിച്ചു പറയാൻ ധൈര്യപ്പെടാത്ത ചില നഗ്ന സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. PC ജോർജ് സർ പറയുന്നതാണോ സത്യം, അല്ല PC ജോർജ് സർ സത്യം മാത്രമാണോ പറയാറ്? നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ പറയുന്നത് ഈ രാജ്യത്തെ നശിപ്പിച്ചതിൻ്റെ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ്. കടിച്ചൊക്കെ പറയാം, എന്നാ കുഴപ്പം? മുസൽമാനാണ്. അങ്ങനെ വാപ്പ മോത്തിലാൽ നെഹ്റു മുസ്ലിമാണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. മോത്തിലാലിൻ്റെ വാപ്പ മുസ്ലിമാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ദൈവവിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ് കളിപ്പിൽ വെച്ച് മനുഷ്യനടക്കുക. പുള്ളി പെരയ്ക്കാത്തല്ലേ പെരയ്ക്കാത്ത 5 പേരും നിൽക്കരിക്കും, മനസ്സിലായോ? പുള്ളി എന്നിട്ട് ദൈവവിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ് നടക്കുക. പുള്ളി മോത്തിലാൽ നെഹ്റു മുസ്ലിമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ടല്ലോ. അങ്ങനെ മുസ്ലിം അല്ലേ ഇപ്പം നെഹ്റു? പിന്നെ നെഹ്റു അല്ലെന്ന് പറയാം. ഇല്ല, മത്തായിയുടെ പുസ്തകം വായിക്കും, അപ്പം മനസ്സിലാവും. മനസ്സിലേ മത്തായി എഴുതിയിട്ടുണ്ട്, അത് വായിച്ചു. മത്തായി ആരാണെന്നും മത്തായിയുടെ ബുക്കിൽ എന്താണ് നെഹ്റുവിനെ കുറിച്ച് പരാമർശിച്ചുള്ളതെന്ന് നോക്കുന്നതിന് മുൻപായി നമുക്ക് ChatGPTയോട് ചോദിച്ചു നോക്കാം ജവഹർലാൽ നെഹ്റുയുടെ റിലീജിയൻ ഏതാണെന്ന്. ജവഹർലാൽ നെഹ്റു ആൻഡ് ഹിസ് ഫാദർ മോത്തിലാൽ നെഹ്റു വേർ ഹിന്ദുസ് ബൈ റിലീജിയൻ. റിലീജിയൻ എന്ന് പറയുന്നത് ഹിന്ദു തന്നെയാണ്. ബിലോങ്ങിങ് ടു കാശ്മീരി പണ്ഡിറ്റ് കമ്മ്യൂണിറ്റി. അതായത് കശ്മീരി പണ്ഡിറ്റ് എന്ന് പറയുന്നത് എ പ്രൊമിനന്റ് ബ്രാഹ്മൺ സബ് ഗ്രൂപ്പ് ആണ് ഫ്രം കശ്മീർ. കശ്മീരിലെ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ബ്രാഹ്മണന്റെ സബ് ഗ്രൂപ്പ് ആണ് ഈ കശ്മീരി പണ്ഡിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജനിച്ചിട്ട് ഒരു ഹിന്ദുവാണ് ആര്? ജവഹർലാൽ നെഹ്റുവും മോത്തിലാൽ നെഹ്റുവും ഒക്കെ. ഓക്കെ, അപ്പം ഇവർ മുസ്ലിമാണ് എന്ന് പറഞ്ഞ ആ ഒരു കാര്യം അവിടെ പൊളിയുന്നു. പിന്നെ ഈ കാര്യങ്ങളൊക്കെ, അതായത് ജവഹർലാൽ നെഹ്റു മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ടുള്ളത് മത്തായിയുടെ ബുക്കിലാണെന്ന് പറഞ്ഞിട്ടുള്ളത്. മത്തായി എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്രട്ടറി ടു ദി ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റുയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണ്. ഇദ്ദേഹം 1-2 ബുക്സ് എഴുതിയിട്ടുണ്ട് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചൊക്കെ ആയിട്ട്. ഡിഡ് നോട്ട് ക്ലൈം ദാറ്റ് നെഹ്റു വാസ് മുസ്ലിം ഓർ എ ഇസ്ലാമിക് ലീനേജ്. ഇതിൽ ഒരു ബുക്കിലും പരാമർശിച്ചിട്ടില്ല എന്ത് നെഹ്റു ഒരു മുസ്ലിം ആണെന്ന്. ഞാൻ ഡീപ് റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുള്ളത് നോ മെൻഷൻ ഓഫ് നെഹ്റുസ് പാരന്റ്സ് ബീങ് നെയിംഡ് മുബാറക് അലി ഓർ തുസൂർ റഹ്മാൻ ബായ്. തുസൂർ റഹ്മാൻ ബായോ അല്ലെങ്കിൽ മുബാറക് അലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരന്റ് ഉണ്ട് എന്ന് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല എന്നാണ്, ഈ ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്നാണ് ChatGPT പറയുന്നത്. അതുപോലെ തന്നെ മോത്തിലാൽ നെഹ്റുവിന്റെ ഫാദറായി ഒരു മുസ്ലിം ആണെന്നും എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല എന്നും കൂടി പറയുന്നുണ്ട്. അതുപോലെ ജിന്ന അല്ലെങ്കിൽ ഷെയ്ഖ് അബ്ദുള്ള ഇവർ നെഹ്റുവിന്റെ റിലേറ്റീവ് ആണെന്ന് ഈ ബുക്കിൽ എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് നെഹ്റുവിന്റെ ഫാദറിന്റെ നെയിം ഒരു മുസ്ലിം നെയിമാണ്, അതുപോലെ മോത്തിലാൽ നെഹ്റുവിൻ്റെതും ഒരു മുസ്ലിം നെയിം, ഫാദറിന്റെ നെയിം ഒരു മുസ്ലിം നെയിമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ജിന്നയും ഷെയ്ഖ് അബ്ദുള്ളയും ഒക്കെ ഇവരെ റിലേറ്റീവ് ആണ്, നെഹ്റുവിന്റെ റിലേറ്റീവ് ആണെന്നൊക്കെ വൈഡ്ലി സർക്കുലേറ്റിംഗ് ഇൻ സോഷ്യൽ മീഡിയയിൽ വൈഡ്ലി സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തെറ്റായ കാര്യമാണെന്നാണ് ChatGPT പറയുന്നത്. ദേ സിംപ്ലി ഡി നോട്ട് അപ്പിയർ ഇൻ മത്തായിസ് ബുക്ക്. മത്തായിന്റെ ബുക്കിൽ എവിടെയും ഈ കാര്യത്തെക്കുറിച്ചൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. ഇതൊക്കെ തെറ്റായ പ്രചരണമാണെന്നാണ് ChatGPT പറഞ്ഞിട്ടുള്ളത്. PC ജോർജ് സർ ഒരു കാര്യം മനസ്സിലാക്കണം. വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടുന്ന ഇതുപോലത്തെ ഇൻഫോർമേഷൻസ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് തുപ്പുന്നതിന് മുൻപ് ഇതൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് ഇൻഫോർമേഷന്റെ കാലഘട്ടമാണ്. ഒരു വിരൽത്തുമ്പിലാണ് ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് എല്ലാ ഇൻഫോർമേഷൻസും നമ്മുടെ മുന്നിലെത്തും. ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അല്ല, പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ ചെയ്തോളൂ. കാരണം കുറച്ച് നാളായി PC ജോർജ് സാറിന്റെ എവിടെയും മെൻഷൻ ചെയ്തിട്ട് കണ്ടിട്ട് ന്യൂസിലൊന്നും, സോഷ്യൽ മീഡിയാസിലോ അല്ലെങ്കിൽ മീഡിയാസിലാവട്ടെ എവിടെയും അങ്ങനെ പരാമർശിച്ച് കണ്ടില്ല. ഇനി അതാണോ ലക്ഷ്യമെങ്കിൽ ആയിക്കോട്ടെ,